ഹലോ എവറി വൺ, എല്ലാവർക്കും 5ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. നോക്കാനുള്ളത് പേജ് നമ്പർ 90 ടോപ്പിക്കാണ്. ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് മേക്സ് എ ലിറ്റർ? അതായത് എത്ര മില്ലി ലിറ്റർ ചേർന്നാണ് ഒരു ലിറ്റർ? നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ അര ലിറ്റർ, ഹാഫ് ലിറ്റർ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ഹാഫ് ലിറ്റർ 500 മില്ലി ലിറ്റർ. ഓക്കെ, കോമൺലി കാണുന്നതാണ് അര ലിറ്ററിൻ്റെ ഓയില്, അര ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ, അല്ലേ? കിട്ടില്ലേ? ഹാഫ് ലിറ്റർ. ഓക്കെ, ഒരു ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു മില്ലി ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 ലിറ്റർ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. 2 ലിറ്റേഴ്സും 125 മില്ലി ലിറ്റേഴ്സും ആണ്. 2 ലിറ്റർ തികച്ചുണ്ട്, കറക്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് 125 മില്ലി ലിറ്റർ ആണ്. അതായത് 125 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ, 1000-ൽ 125. അപ്പോൾ ഡെസിമൽ ഫോം ഡെസിമൽ 2.125 ലിറ്റർ. ഓക്കെ, സെയിം പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നോക്കാനുള്ളത് നമുക്കറിയുന്ന മറ്റൊരു ഡെയിലി യൂസ് കാര്യമാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് കിലോഗ്രാം എന്ന് പറയുമ്പോൾ 500 ഗ്രാം വരും. 1/4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1/4 ഭാഗമാണ്, 250 ഗ്രാം വരും. 3/4 കിലോഗ്രാം, 3/4 കിലോഗ്രാം, 3/4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 750 ഗ്രാംസ് വരും. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതിൽ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1/1000 കിലോഗ്രാം ആയിരിക്കും. നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ്. അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം 2 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും ആയതുകൊണ്ട് 2/10 സെന്റിമീറ്റർ. ഡെസിമൽ ഫോം 2.3 സെന്റിമീറ്റർ. ഇവിടെ ഡിവൈഡർ ബൈ 10 ആണോ, 100 ആണോ, 1000 ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധമാണ്, സെന്റിമീറ്ററും മീറ്ററും. സെന്റിമീറ്ററിൻ്റെയും മീറ്ററിൻ്റെയും ബന്ധം, ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആയിരുന്നു. ഇനി എന്താണ് 5 മില്ലിമീറ്റർ? ആകെ ഉള്ളത് 5 മില്ലിമീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ പോലും തികച്ചില്ല. അപ്പോൾ 5/10 സെന്റിമീറ്റർ. ഡെസിമൽ 0.5 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. 8 മീറ്ററും 35 മില്ലിമീറ്ററും ഉണ്ട്. 8 മീറ്റർ 35 മില്ലിമീറ്റർ. മീറ്ററിൻ്റെയും മില്ലിമീറ്ററിൻ്റെയും ബന്ധം, മീറ്ററിൻ്റെയും മില്ലിമീറ്ററിൻ്റെയും ബന്ധം ഇവിടെ ക്വസ്റ്റ്യനിലേ നമുക്കിവിടെ ഒരു മിനിറ്റ്, ഇവിടെ സെന്റിമീറ്റർ നോക്കാം കേട്ടോ, സെന്റിമീറ്റർ. ഓക്കെ, മീറ്ററിൻ്റെയും സെന്റിമീറ്ററിൻ്റെയും ബന്ധം, ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 100 വരും. ഓക്കെ, ഡെസിമൽ ഫോം 8.35. അടുത്ത് 8 കിലോഗ്രാംസും 125 ഗ്രാംസും ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 6.125 കിലോഗ്രാം. അടുത്ത് 12 ലിറ്ററും 275 മില്ലി ലിറ്ററുമാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000. 12.275 ലിറ്റർ. അടുത്തത് 325 മില്ലി ലിറ്ററേ ആകുള്ളൂ. 1 മില്ലി ലിറ്റർ അല്ല, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ ലിറ്റർ പോലും തികച്ചില്ല കേട്ടോ. ആകുള്ള എന്താണ്? വെറും 325 മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0.325 ലിറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദി റിവേഴ്സ് പ്രോസസ്. 1.25 മീറ്ററിനെ നമ്മളോട് ഫ്രാക്ഷനിലേക്കും അതുപോലെ തന്നെ ഡെസിമലിലേക്കും മാറ്റാൻ പറയാണ്. 1.25 മീറ്റർ
അതിനർത്ഥം 1 മീറ്ററും 25 സെന്റിമീറ്ററുമാണ്. 1 മീറ്ററും 25 സെന്റിമീറ്ററും. ഓക്കെ, ഇനി നമുക്കറിയാം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 മീറ്റർ ആണ്. 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 25, 25/100 ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡു വി റൈറ്റ് 1.75 മീറ്റർ ഇൻ ഫ്രാക്ഷണൽ ഫോം? 1.75 മീറ്റർ, അതായത് 1 മീറ്ററും 75 സെന്റിമീറ്ററും. 1 മീറ്ററും 75 സെന്റിമീറ്ററും 175/100. അത് ഡിവൈഡഡ് ബൈ 100 എന്ന് ഉറപ്പിക്കുക എങ്ങനെയാണ്? മീറ്ററും സെന്റിമീറ്ററും ബന്ധം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. ഹൗ മെനി മീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റർ ഈസ് ദിസ്? ഹൗ മെനി മീറ്റർ, എത്ര മീറ്റർ ഉണ്ട്, എത്ര സെന്റിമീറ്റർ ഉണ്ട്? 1 മീറ്ററും 75 സെന്റിമീറ്ററും ഉണ്ട്. 1 മീറ്ററും 75 സെന്റിമീറ്ററും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഇറ്റ് ഇൻ സെന്റിമീറ്റേഴ്സ് അലോൺ? ഇത് സെന്റിമീറ്ററിന്റെ മാത്രം ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ അവിടെയുള്ള 75 സെന്റിമീറ്ററിന് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 175 സെന്റിമീറ്റർ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ 1.75 മീറ്റർ, അതായത് 1 മീറ്ററും 75 സെന്റിമീറ്ററും ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്ററിന്റെ കൂടെ 75 സെന്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 175 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു വി റൈറ്റ് 0.38 മീറ്റർ ഇൻ ഫ്രാക്ഷണൽ ഫോം? 1 മീറ്റർ പോലും തികച്ചില്ല, ആകെയുള്ള 38 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അതിന് 38 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിയാൽ അതിൻ്റെ എന്തായി? ഫ്രാക്ഷണൽ ഫോമായി. ഹൗ മെനി സെന്റിമീറ്റർ ഈസ് ദിസ്? ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന്? 38 സെന്റിമീറ്റർ. ഇവിടെ ഒരു മീറ്റർ പോലും തികച്ചില്ല, അതുകൊണ്ടാണ് അവിടെ 0 വന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു വി റൈറ്റ് 3.275 കിലോഗ്രാം ഇൻ ഫ്രാക്ഷണൽ ഫോം? 3.275 കിലോഗ്രാം എങ്ങനെ? ഫ്രാക്ഷണൽ ഫോമുല ഇതാണ്. 3 കിലോഗ്രാം തികച്ചുണ്ട്, ബാക്കിയുള്ളത് 275 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ 1000. ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്? ഇത് എത്ര കിലോഗ്രാമും എത്ര ഗ്രാമും ഉണ്ട് എന്ന്. 3 കിലോഗ്രാം ഉണ്ട്, ബാക്കിയുള്ളത് എന്താണ്? 275 ഗ്രാമും. 3 കിലോഗ്രാം ആൻഡ് 275 ഗ്രാം. ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ ഗ്രാംസ് അലോൺ? ഇത് ഗ്രാമിൽ മാത്രം എങ്ങനെ പറയുമെന്ന്. ഇപ്പം എന്ത് ചെയ്യുക? ഈ കിലോഗ്രാമിനൊക്കെ ഗ്രാമിലേക്ക് മാറ്റാം. 3 കിലോഗ്രാം ഉണ്ട്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. 2 കിലോഗ്രാം 2000 ഗ്രാം. 3 കിലോഗ്രാം 3000 ഗ്രാമിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 275 ഗ്രാം കൂട്ടിക്കഴിഞ്ഞാൽ 3275 ഗ്രാം ടോട്ടൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 7.3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73/10 സെന്റിമീറ്റർ ആണ്. അതായത് 7 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും. അത് നമുക്ക് 73 മില്ലിമീറ്റർ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 70 മില്ലിമീറ്റർ ഉണ്ടാവും. അതിൻ്റെ കൂടെ 3 മില്ലിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 73 മില്ലിമീറ്റർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3.5 സെന്റിമീറ്റർ ആണ്. അതായത് 3/5/10 സെന്റിമീറ്റർ. അതായത് 3 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും. ടോട്ടൽ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 30 മില്ലിമീറ്റർ ഉണ്ട്. 30 മില്ലിമീറ്ററിൻ്റെ കൂടെ 5 മില്ലിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ 35 മില്ലിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 7 മില്ലിമീറ്റർ. അത് ആകെയുള്ള എന്താണ്? 7 മില്ലിമീറ്റർ ആണ്. അവിടെ എന്തില്ല? സെന്റിമീറ്റർ ഇല്ല. 0 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. 7/10 സെന്റിമീറ്റർ 0.7 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 5.42 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അതായത് 5ഉം പിന്നെ 42/100. കാരണം മീറ്ററിൻ്റെയും സെന്റിമീറ്ററിൻ്റെയും ബന്ധം
1 meter is equal to 100 centimeter ആണ്. നമുക്കറിയാം ഇവിടെ 5 meter ഉണ്ട്, 42 centimeter ഉണ്ട്, ടോട്ടൽ 542 centimeter. ഇതിനെ കിട്ടുക 5 meter എന്ന് പറയുമ്പോൾ 500 centimeter ആയി. 500 centimeterന്റെ കൂടെ 42 centimeter കൂട്ടുമ്പോൾ 542 centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 1027/100 അതായത് 10.27 മീറ്റർ. അതായത് 10 മീറ്ററും 27 സെന്റിമീറ്ററും. 10 മീറ്റർ എന്ന് പറയുമ്പോൾ 1000 സെന്റിമീറ്റർ. 1000 സെന്റിമീറ്ററിന്റെ കൂടെ 27 സെന്റിമീറ്റർ കൂട്ടുമ്പോൾ 1027 സെന്റിമീറ്റർ, 1027 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6.875 കിലോഗ്രാം. 6 കിലോഗ്രാം തികച്ചിട്ടുണ്ടല്ലേ. 6ഉം 875 ഡിവൈഡഡ് ബൈ 1000. 6 കിലോഗ്രാം ഉണ്ട്, 875 ഗ്രാം ഉണ്ട്, അതായത് 6875. 6875 ഗ്രാം. അതിനെ കിട്ടുക 6 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ഗ്രാം ആണ്. അതിൻ്റെ കൂടെ 875 ഗ്രാം ആഡ് ചെയ്താൽ 6875 ഗ്രാം എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആകെ ഉള്ളത് 432 ഗ്രാം ആണ്. അവിടെ കിലോഗ്രാം ഇല്ല, 0. അപ്പോൾ 432 ഗ്രാം. 432 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000. ഇനി ഡെസിമൽ വരുമ്പോൾ ഡെസിമൽ വരുമ്പോൾ കിലോഗ്രാം ഇല്ലാത്തത് കൊണ്ട് 0.432 കിലോഗ്രാം. ലാസ്റ്റ് അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.425 ലിറ്റർ. 3 ലിറ്ററും 425 425 മില്ലി ലിറ്റർ ആണ്. അതുകൊണ്ട് ഡിവൈഡർ ബൈ 1000 വന്നു കേട്ടോ. അപ്പോൾ 3 ലിറ്റർ 425 മില്ലി ലിറ്റർ. 3 ലിറ്റർ എന്ന് പറയുമ്പോൾ 3000 മില്ലി ലിറ്റർ ആണ്. അതിൻ്റെ കൂടെ 425 മില്ലി ലിറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 3425 മില്ലി ലിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആകെ ഉള്ളത് എന്താണ്? 5763 മില്ലി ലിറ്റർ ആണ്. 5763. അപ്പോൾ 5000 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാം അവിടെ 5 ലിറ്റർ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള 763 763 മില്ലി ലിറ്റർ. അതായത് 5 ലിറ്ററും 763 ഡിവൈഡഡ് ബൈ 1000. കാരണം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. 5.763 ലിറ്റർ. ഓക്കെ, ഇതാണ് നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. അശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. ഒരു ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.